വയനാട്ടിൽ വീട് നിർമ്മിക്കാൻ പണമില്ലെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. കിട്ടിയ പണം സ്ഥലം വാങ്ങാൻ ചെലവഴിച്ചുവെന്നും വീണ്ടും പിരിവ് നടത്തുമെന്നും കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ സണ്ണി ജോസഫ് പറയുന്നു. PV കുട്ടൻ ചേരുകയാണ്. കുട്ടൻ, ഒടുവിൽ ഗത്യന്തരമില്ലാതെ ആക്ഷേപങ്ങൾ സഹിക്കാൻ വയ്യാതെ ഒരു കണക്ക് അവതരിപ്പിച്ചിരിക്കുകയാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. എന്തൊക്കെയാണ് വയനാട് ഫണ്ടിന്റെ വിശദാംശങ്ങൾ? വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ഫണ്ടുകളുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ, വലിയ ചർച്ചകൾ എന്നൊരു പശ്ചാത്തലത്തിൽ ഗത്യന്തരമില്ലാതെയാണ് ഇപ്പോൾ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഒരു കണക്ക് പുറത്തുവിട്ടിരിക്കുന്നതും. ആ കണക്ക് ഒരു കോൺഗ്രസ് പോലെ കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി വയനാടിന് വേണ്ടി പിരിച്ച ഒരു കണക്ക്. ആ ഫണ്ടിൽ തന്നെ വലിയ അതിശയോക്തിയുണ്ട്. 2 അക്കൗണ്ടുകൾ വഴി ആകെ പിരിച്ച തുക 5,38,21,632 രൂപ എന്നാണ് ഈ കണക്കിൽ പറയുന്നത്. ഇതിന് പുറമെ യൂത്ത് കോൺഗ്രസ് 1,05,00,000 രൂപ നൽകിയിരുന്നു. ഈ തുക ഭൂമി ഏറ്റെടുക്കുമ്പോൾ തന്നെ ഈ തുക കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ KPCC പ്രസിഡന്റിന്റെ വിശദീകരണം. ആദ്യഘട്ടത്തിൽ 3 ഏക്കർ 24 സെന്റ് ഭൂമി ഏറ്റെടുത്തു. ഈ ഭൂമി വാങ്ങുന്നതിന് വേണ്ടി 3,68,36,388 രൂപ ചെലവായി എന്നാണ് കണക്കിൽ പറയുന്നത്. രണ്ടാം ഘട്ടത്തിൽ ഭൂമി ഏറ്റെടുത്തത് 2 ഏക്കർ 18 സെന്റാണ്. ഇതിൽ ഭൂമി വാങ്ങാൻ ചെലവായത് 2,50,30,272 രൂപയാണ്. KPCCയുടെ തനത് ഫണ്ടിൽ നിന്നും ഭവന നിർമ്മാണത്തിനായി 97,51,212 രൂപ ചെലവാക്കിയെന്നും പറയുന്നു. രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള നടപടികൾക്കായി ഇനി അധികമായി 73 ലക്ഷം രൂപ വേണം. അതോടൊപ്പം തന്നെ ഈ ഫണ്ട് പിരിവിനുള്ള ആപ്പ് നിർമ്മാണത്തിന് വേണ്ടി 9,30,000 രൂപ ചെലവായെന്ന കണക്കും അദ്ദേഹം പറയുന്നുണ്ട്. അതോടുകൂടി ഈ ഫണ്ടിന്റെ കണക്ക് പൂർത്തിയായി. പക്ഷെ ഇനി എങ്ങനെ വീടെടുക്കും എന്നുള്ള ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്. കാരണം അവിടെ വീട് നിർമ്മിച്ച് നൽകുമെന്നുള്ളതാണ് കോൺഗ്രസിന്റെ വാഗ്ദാനം. പക്ഷെ അതേസമയത്ത് തന്നെ ഇനി വീട് നിർമ്മിക്കാൻ പണമില്ല. ഇതിനുവേണ്ടി KPCCയുടെയും AICCയുടെയും തനത് ഫണ്ടിൽ നിന്നും പണം ചെലവാക്കിക്കൊണ്ട് വീട് നിർമ്മിച്ചു നൽകും എന്നാണ് ഇപ്പോൾ KPCC പ്രസിഡന്റ് പറയുന്നത്. ഷമീർ ഇത്തരത്തിലൊരു കണക്ക് അവതരിപ്പിക്കുമ്പോൾ നമുക്കറിയാം, കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യൂത്ത് കോൺഗ്രസ് തന്നെ നിരവധി വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള ചലഞ്ചുകളൊക്കെ നടത്തിയിരുന്നു. ആകെ കിട്ടിയത് 1 കോടി രൂപ, അതായത് 4 വീടുകൾ നിർമ്മിക്കാനുള്ള വീടുകൾ പോലും പണം പോലും ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ഫണ്ടിൽ നിന്ന് ലഭിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ KPCCയുടെ ഫണ്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേരളത്തിനകത്തും പുറത്തുമുള്ള പല സംഘടനകളും വലിയ രീതിയിലുള്ള സംഭാവന നൽകിയെന്ന് അവർ തന്നെ പല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പറഞ്ഞിരുന്നു. ആ തുകയൊക്കെ കൂട്ടിവെച്ചാൽ സ്വാഭാവികമായും ഇപ്പോൾ സണ്ണി ജോസഫ് പറഞ്ഞ കണക്കിൽ ഒരു പൊരുത്തക്കേട് രൂപപ്പെടും. അതുകൊണ്ട് തന്നെ ഇത്രയും ചെറിയ ഫണ്ട് മാത്രമാണോ ഇത്രയും വലിയ രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ ഈ ഒരു വലിയ ദുരന്തത്തിന് ഇരയായവരെ സഹായിക്കുന്നതിന് വേണ്ടി പിരിച്ചപ്പോൾ കിട്ടിയത് എന്നുള്ള ചോദ്യം ഇപ്പോൾ ബാക്കി നിൽക്കുകയാണ്. കുട്ടൻ തുടരുക. ഇപ്പോൾ സിജു സുഗതൻ കൂടി ചേരുകയാണ്. സിജു, ഇന്ന് KPCC അധ്യക്ഷൻ വെച്ചിരിക്കുന്ന കണക്ക് ഏതാണ്ട് 5,38,21,632 രൂപ പിരിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് 1,05,00,000. സിജു, ഈ കണക്കിൽ തന്നെ ഒരു വൈരുദ്ധ്യമുണ്ട്. യൂത്ത് കോൺഗ്രസ് ഏതാണ്ട് 1,05,00,000 പിരിക്കുമ്പോൾ KPCC അവർക്ക് ആകെ പിരിക്കാൻ കഴിഞ്ഞത് 5,38,00,000 രൂപയെന്നാണ്. പിന്നീട് ഈ ആപ്പുമായി ബന്ധപ്പെട്ട് ഈ ആപ്പ് അവർ ഡീആക്ടിവേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിൽ അവസാനം കാണിച്ചിരുന്നത് ഏതാണ്ട് 54 കോടി രൂപ എന്ന കണക്കാണ് എന്ന ഒരു ഇത് വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇതിൽ ആകെ ഒരു വൈരുദ്ധ്യമാണ്. ഈ ആദ്യം ചെലവഴിച്ച പണത്തെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. യൂത്ത് കോൺഗ്രസ് 1 കോടി പിരിക്കുമ്പോൾ KPCCയെ പോലെ ഒരു സംവിധാനത്തിന് 5 കോടി രൂപ മാത്രമേ പിരിക്കാൻ കഴിയുന്നുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ ഇതിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുകയാണ്. സിജു, ഇതിലെ ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് വയനാട് ദുരന്ത ബാധിതരുടെ പേരിൽ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് പണം പിരിച്ചിട്ട് ഇപ്പോൾ വീട് വെച്ച് കൊടുക്കാൻ കഴിയുന്നില്ല. അവർ തീർച്ചയായും സിജുവിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ ഇന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫാണ് ഇത് സംബന്ധിച്ചൊരു കണക്ക് പറയുന്നത്. ഇത് എത്രയോ നാളായി, തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഉയരുന്ന ചോദ്യമാണ്. കോൺഗ്രസ് എത്ര രൂപ പിരിച്ചു, ആ പിരിച്ച പണത്തെ സംബന്ധിച്ച് കണക്ക് വ്യക്തമാക്കണം എന്ന് ആവശ്യപ്പെടുമ്പോൾ ആ ചോദ്യം ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരെ ആക്ഷേപിക്കുന്ന രീതിയിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആദ്യം മുതൽ സംസാരിക്കുന്നത്. ഇന്ന് കാസർഗോട്ട് സിജു കണ്ണൻ ചോദ്യം ചോദിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് പറയുകയാണ്, കൈരളി ചോദ്യം ചോദിക്കാൻ പാടില്ല, നിങ്ങൾ എൻ്റെ വാർത്താ സമ്മേളനം അലങ്കോലപ്പെടുത്താൻ വരികയാണ്. ഒരു ചോദ്യം ചോദിച്ചാൽ അത് എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവിനെ ഇത്രമാത്രം അലോസരപ്പെടുത്തുന്നത് എന്നതാണ്. ഇപ്പോൾ സിജു ചേരുകയാണ്. സിജു, ആകെ 5,38,00,000
രൂപ 21,632 രൂപ, 38,21,632 രൂപ. ആകെ ഈ KPCC പിരിച്ച പണം ഇത്രയേ ഉള്ളൂ എന്ന് വിശ്വസിക്കേണ്ടി വരുന്നില്ലേ? ഷമി, ഇത് പണം പിരിച്ചതിൻ്റെ മാത്രം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വിവരം എന്ന് പറയുന്നത് വയനാട് ദുരന്തബാധിതരുടെ പേരിൽ ഫണ്ട് പിരിച്ചിട്ട് അവർക്ക് വീട് വെച്ച് കൊടുക്കാൻ പോകുന്നില്ല. സണ്ണി ജോസഫ് പറഞ്ഞെന്താണ്, ഞങ്ങൾ പിരിച്ചത് 5 കോടി ഇത്ര ലക്ഷം രൂപയാണ്. ആ പണം അതിലും ഉപരിയായി 97 കോടി രൂപ കൂടി 97 ലക്ഷം രൂപ കൂടി KPCC ഫണ്ടിൽ നിന്ന് കൂടി ഉപയോഗിച്ച് സ്ഥലം വാങ്ങിക്കഴിഞ്ഞു. ഇനി വീട് വെച്ച് കൊടുക്കാൻ പണമില്ല എന്ന് തന്നെയാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞത്. എന്തൊരു വലിയ തട്ടിപ്പാണെന്ന് അറിയാമോ? കാരണം നമുക്കറിയാം, ഈ 15 ലക്ഷം രൂപ വീതം നൽകി വീട് പുറത്ത് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് നിരവധി പേരെ ഈ പുറത്ത് വീട് വെച്ച് കൊടുക്കാമെന്ന് KPCC പറ്റിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലാണ് കഴിഞ്ഞ അല്പം മുമ്പ് K റഫീഖ് CPM ജില്ലാ സെക്രട്ടറി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടിയത്. ശ്രുതി എന്ന് പറയുന്ന അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ട ആ പെൺകുട്ടിക്ക് 15 ലക്ഷം രൂപ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അവർക്ക് വീടില്ല. അവർ വയനാട് ടൗൺഷിപ്പിൽ വീട് നൽകണമെന്ന് പറഞ്ഞ് അപേക്ഷ നൽകിയിരിക്കുകയാണ്. ഇതിലെ പ്രധാന പ്രശ്നം എന്താണ്? ആദ്യം ഇവർ പറഞ്ഞത് സംസ്ഥാന സർക്കാർ ഭൂമി തരുമെന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞു, സർവകക്ഷി യോഗത്തിലടക്കം പറഞ്ഞു ഭൂമി സർക്കാർ നൽകുന്നത്. പക്ഷേ സർക്കാർ അങ്ങനെ ഒരു ഉറപ്പ് നൽകിയിട്ടില്ല. ഒടുവിൽ ഈ വിവാദമാകുന്ന പശ്ചാത്തലത്തിലാണ്. കാരണം എന്താണ്? സംസ്ഥാന സർക്കാർ, LDF, CPM, നാട്ടിലെ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒടുവിലാണ് ഇപ്പോൾ KC വേണുഗോപാൽ അതോടൊപ്പം സണ്ണി ജോസഫ് പറയുന്നത് ഈ പണം പിരിച്ചു, ആ ഫണ്ട് തിരുവനന്തപുരത്തെ ധനലക്ഷ്മി ബാങ്ക് അക്കൗണ്ടിലാണ്. അതിന് പിന്നാലെ സണ്ണി ജോസഫ് പറയുന്നു 5 കോടി 6 കോടി ചെലവഴിച്ചുകൊണ്ട് വയനാട്ടിൽ ഭൂമി വാങ്ങി. ആദ്യഘട്ടം 3.5 കോടി, രണ്ടാം ഘട്ടത്തിൽ 2.5 കോടി ചെലവഴിച്ച് ഭൂമി വാങ്ങി എന്ന് പറയുന്നു. ഇനിയിപ്പോൾ കേരള ജനതയോട് അവർ പറയുകയാണ്, വയനാട്ടിലെ ദുരന്തബാധിതർക്ക് വീട് വെച്ച് കൊടുക്കാൻ പണമില്ല, പൈസ എവിടെ നിന്ന് കിട്ടുമെന്നുള്ളതാണ്. അവിടെയാണ് ഇനി അടുത്ത രണ്ടാമത്തെ ഘട്ടം. ഇനി അടുത്ത പിരിവിന് KPCC ശ്രമം തുടങ്ങി എന്നുള്ളത് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ കിട്ടിയ പണം ഉപയോഗിച്ച് വസ്തു വാങ്ങി, ഇനി പണം പിരിക്കുന്നത് വീടിന് വേണ്ടി. നേരത്തെ സ്വരാജ് വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ കൊള്ളയാണ് കോൺഗ്രസ് നടത്തുന്നത്. മഹാപ്രളയകാലത്ത് 1000 വീട് നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ് കോടികൾ പിരിച്ചു, ഒരു വീട് പോലും നിർമ്മിച്ചു നൽകിയില്ല. രണ്ടാം ഘട്ടത്തിൽ ഇപ്പോൾ പറയുകയാണ് വയനാട് ദുരന്തബാധിതരുടെ പേരിൽ 5 കോടി KPCC അക്കൗണ്ടിൽ നിന്ന് 32 ലക്ഷം രൂപ ഇവർ ഈ പറയുന്ന 5 കോടി 38 ലക്ഷം രൂപയുടെ ഈ കണക്ക് വെക്കാൻ ഇവർക്ക് ഇത്രയും ആലോചിക്കേണ്ടുന്ന ഒരു സാഹചര്യം എന്തായിരുന്നു? ഇപ്പോൾ എല്ലായിടങ്ങളിലും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന TV ചർച്ചകളിൽ എല്ലായിടങ്ങളിലും ഉയരുന്ന ചോദ്യമാണ്, എവിടെ എത്ര രൂപ നിങ്ങൾ പിരിച്ചു കോൺഗ്രസേ എന്ന ചോദ്യം. അവിടെ ഈ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെ തലകുനിച്ച് അപഹാസ്യരായി നിൽക്കേണ്ടി വരികയാണ് കോൺഗ്രസിൻ്റെ പ്രാദേശികമായി ചർച്ചകളിൽ പങ്കെടുക്കുന്ന നേതാക്കൾ. അതായത് ഇത്രമാത്രം സമൂഹ മധ്യത്തിൽ അവരുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടിട്ട് പോലും ഈ കണക്ക് അവതരിപ്പിക്കാൻ അവർക്ക് കഴിയുന്നില്ല. പ്രതിപക്ഷ നേതാവിനോട് ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ആകെ അസ്വസ്ഥനാവുകയാണ്. ചോദ്യം ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരെ ആക്ഷേപിക്കുകയാണ്. കൈരളിയുടെ റിപ്പോർട്ടേഴ്സിനെ എല്ലാം തന്നെ അദ്ദേഹം പലയിടങ്ങളിൽ വെച്ച് ആക്ഷേപിച്ചു. ഞാൻ കണ്ടു കഴിഞ്ഞ ദിവസം മീഡിയ ഒന്നിൽ ഈ ചോദ്യം ഉയരുന്ന സമയത്ത് ആ ചോദ്യം ചോദിച്ച ചോദ്യകർത്താവിനുമായി വലിയ തോതിൽ ആക്ഷേപിക്കുന്ന സമീപനമാണ് പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചത്. ഒരു കണക്ക് ചോദിക്കുന്ന ഇത്ര വലിയ അപരാധമാണോ? എന്തുകൊണ്ടാണ് ഇവർ ഇത്രയും വൈകിയത് ഈ ഒരു 5 കോടി 38 ലക്ഷം രൂപ ഞങ്ങൾക്ക് കിട്ടി എന്ന് പറയാൻ? സിജു, ഷമി, ഇതിനകത്ത് ഉയരുന്ന പ്രധാന പ്രശ്നം നമുക്കറിയാം. ഈ വീട് നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞ് എങ്ങനെയാണ് വയനാട് ദുരന്തബാധിതരെ, കേരളത്തിലെ ജനതയെ പറ്റിച്ചതെന്നാണ് നമുക്ക് ആ വിഷയത്തിൽ തന്നെ വരികയാണെങ്കിൽ, ഇവിടെ ഇപ്പോൾ ഇവർ പറയുന്നത് എന്താണ്? ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? അവർ വളരെ ഒരു ഉളുപ്പുമില്ലാതെ പറയുകയാണ്. എന്താണ്? വയനാട് ദുരന്തബാധിതർക്ക് വീട് വെച്ച് കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ പണമില്ല. അതാണല്ലോ പ്രശ്നം. ഇവർ പറഞ്ഞത് എന്താണ്? ഇത്രയും കാലവും ഞങ്ങൾ പിരിച്ചു, അവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കും. ഈ വീട് നിർമ്മിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് ഇവർ വാങ്ങിച്ച സ്ഥലത്ത് കല്ലിട്ടത് ആരാണ്? രാഹുൽ ഗാന്ധി അടക്കമുള്ളവരാണ്. അവിടെ വന്നെത്തിയത് ആരാണ്? വയനാട്ടിൻ്റെ MP ആയ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവരാണ്. എന്നിട്ട് പറഞ്ഞെന്താണ്? അപ്പോൾ ചോദ്യം ഉയർന്നു, നിങ്ങൾ മേപ്പാടി പഞ്ചായത്തിൽ അടക്കം ഈ വീട് നിർമ്മിക്കാൻ അപേക്ഷ നൽകിയിരുന്നു എന്ന് പറയുന്നു. പക്ഷേ അതിന് പറഞ്ഞെന്താണ്? ഒരു മാതൃക അപേക്ഷ നൽകിയിരുന്നു, മോഡൽ ആപ്ലിക്കേഷൻ നൽകിയിരുന്നു തന്നെയാണ്. ഇവിടെ ഉയർന്ന പ്രശ്നം എന്താണ്? നിങ്ങൾ പണം പിരിച്ചത് എങ്ങനെയാണ്? എത്ര കോടി പിരിച്ചു? ഇവിടെ ഇപ്പോൾ ഉയർന്നു വരുന്ന ഏറ്റവും പുതിയ കണക്ക് OICC അടക്കം, ഇൻഗാസ് അടക്കം 3.5 കോടി 4 കോടി രൂപ അടക്കം നൽകിയിരുന്നു. ഇവർ പറയുന്ന കണക്കിൽ യൂത്ത് കോൺഗ്രസ് അടക്കം 1.5 കോടിയോളം പിരിച്ചു നൽകിയെന്നാണ്. ബാക്കി പണം എത്രയാണ് KPCC പിരിച്ചത്? കൃത്യമായ കണക്കുണ്ടോ? അതിന് ഇവർ പറഞ്ഞത് വസ്തു വാങ്ങാനും വീട് നിർമ്മിക്കാനും അടക്കമുള്ള തുക പിരിച്ചു എന്നുള്ളത് തന്നെയാണ്. ഇവിടെ അവർ പിരിച്ച കണക്ക് അവതരിപ്പിക്കുന്ന ഏത് സാഹചര്യത്തിലാണ്? 6 കോടി രൂപ കൊടുത്ത് ഭൂമി വാങ്ങിയെന്ന് പറയുന്ന ഏത് സാഹചര്യത്തിലാണ്? ഈ ചോദ്യം ഉയരുകയാണ്. എവിടെ വീട്? വയനാടിന് വേണ്ടി പിരിച്ച പണം എവിടെയാണ് വീട് വെക്കാൻ പോകുന്നത്? വീടിൻ്റെ പണി, നിർമ്മാണ പ്രവൃത്തി എവിടെ വരെയായെന്ന് ചോദ്യം ഉയരുമ്പോഴാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇന്ന് മാധ്യമങ്ങളോട് പറയുന്നത് ഞങ്ങൾക്ക് പിരിച്ചത് 6 കോടി രൂപയാണ്, ഇനി ഞങ്ങളുടെ കയ്യിൽ
പിരിക്കാൻ, അതായത് വീട് വെക്കാൻ പണമില്ല പണമില്ല സിജു. അതെ അതെ അതൊരു വളരെ പ്രധാനപ്പെട്ട സിജു ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് കഴിഞ്ഞ ദിവസം തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്താണ്? ഞങ്ങൾ ദാ വീട് നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു, ഞങ്ങൾ വീട് നിർമ്മിക്കാൻ കല്ലിട്ടു, ഞങ്ങൾ വീട് നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഇപ്പോൾ KPCC അധ്യക്ഷൻ പറയുന്നത് ഞങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ പണമില്ല, ഞങ്ങൾ കിട്ടിയ പണം കൊടുത്ത് ഈ പറയുന്നത് പോലെ സ്ഥലം വാങ്ങി. അവിടെയും പ്രശ്നമുണ്ട് സിജു. അതായത് ഈ രണ്ടാമത് വാങ്ങിയ ഭൂമിയുടെ രജിസ്ട്രേഷനും മറ്റ് കാര്യങ്ങൾക്കുമായി ഇനിയും ഏതാണ്ട് 70 ലക്ഷം രൂപ വേണമെന്നാണ് ഇന്ന് KPCC അധ്യക്ഷൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ 97 ലക്ഷം രൂപ KPCC ഫണ്ടിൽ നിന്നെടുത്ത് ഈ ഭൂമി വാങ്ങാനായി ചെലവഴിച്ചു എന്ന് പറയുന്നു. അതായത് ഈ ഭൂമി ഇനിയും രജിസ്റ്റർ ചെയ്ത് എടുക്കണമെങ്കിൽ 1 കോടിയോളം രൂപ വീണ്ടും കണ്ടെത്തേണ്ടി വരും. അത് ഒരു ഭാഗം. രണ്ട്, പ്രതിപക്ഷ നേതാവ് ഈ പറഞ്ഞ വസ്തുതാവിരുദ്ധമായ വീട് വെക്കാൻ കാശില്ല എന്ന യാഥാർത്ഥ്യം അദ്ദേഹം തുറന്നു പറഞ്ഞില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞത് വീട് നിർമ്മാണം ഞങ്ങൾ ആരംഭിക്കാൻ പോകുന്നു എന്ന കാര്യമാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഒപ്പം തന്നെ ഇവരുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോൺഗ്രസിൻ്റെ അധ്യാപക സംഘടന വലിയ തോതിൽ പണം പിരിച്ചു, അവരുടെ NGO യൂണിയൻ പണം പിരിച്ചു, അവരുടെ മറ്റ് പോഷക സംഘടനകൾ പണം പിരിച്ചു. യൂത്ത് കോൺഗ്രസിൻ്റെ ഫണ്ട് മാത്രമാണ് കണക്കിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സിജു പറഞ്ഞതുപോലെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ പണം പിരിച്ചു. ഈ പണത്തിൻ്റെയൊക്കെ ആകെ കണക്ക് നമ്മൾക്ക് അറിയേണ്ടതുണ്ട്, ഈ നാടിനറിയേണ്ടതുണ്ട്. ഇവർ വെറുതെ വന്ന് 5 കോടി രൂപ എന്ന് പറഞ്ഞിട്ട് പോയാൽ അത് വിശ്വസിക്കാൻ കേരളക്കരയ്ക്ക് കഴിയില്ലല്ലോ സിജു. ഷമി, ഇവിടെ ഉയർന്നു വരുന്ന ഒരു ചോദ്യം ആര് പറഞ്ഞതാണ് വിശ്വസിക്കേണ്ടതെന്നാണ്. ഇവിടെ സണ്ണി ജോസഫ്, ഇപ്പോൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറയുന്നത് ഇനി ഞങ്ങളുടെ കയ്യിൽ വീട് നിർമ്മിക്കാൻ പണമില്ല. 2 ദിവസം മുമ്പ് VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഞങ്ങൾ വീട് നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ചെന്നാൽ ആർക്ക് വേണമെങ്കിലും നോക്കാവുന്നതാണ്. അന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടിയാണിത്. മാത്രമല്ല DYFI എന്ന് പറഞ്ഞു നിങ്ങൾ വാങ്ങിയ സ്ഥലത്തേക്ക് ഞങ്ങൾ വീട് നിർമ്മിച്ചില്ലെങ്കിൽ കുടിൽ കെട്ടുമെന്ന് പറഞ്ഞപ്പോൾ അന്ന് VD സതീശൻ പറഞ്ഞ വാക്കുകൾ അവിടെ കയറുന്നവരുടെ കാല് തല്ലി ഓടിക്കുമെന്നാണ്. അതായത് വളരെ നഗ്നമായ ഒരു തട്ടിപ്പ്, ഇവർക്ക് പോലും പരസ്പരം ഒരു ധാരണ പോലും ഇല്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. KC വേണുഗോപാൽ പറയുന്നു തിരുവനന്തപുരത്ത് ധനലക്ഷ്മി ബാങ്കിൽ അക്കൗണ്ടിൽ പണമുണ്ട്. എത്ര പണമെന്ന് KC വേണുഗോപാൽ പറഞ്ഞില്ല. ഇന്ന് വല്ലാതെ നാണം കെട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് പറയുന്നു ഞങ്ങൾ പിരിച്ചത് ഈ വയനാട് ദുരന്തത്തിന്റെ പേരിൽ 5,38 ലക്ഷം പിരിച്ചു, 6 കോടി രൂപ വസ്തു വാങ്ങാൻ ചെലവായി, 97 ലക്ഷം രൂപ KPCCയുടെ അക്കൗണ്ടിൽ നിന്ന് എടുത്ത് ചെലവഴിച്ചു. അപ്പോൾ ചോദ്യം ഉയരുന്നത് എന്താണ്? അങ്ങനെയാണെങ്കിൽ VD സതീശൻ 2 ദിവസം മുമ്പ് പറഞ്ഞ വീട് നിർമ്മാണം തുടങ്ങിയത് എങ്ങനെ? വീട് നിർമ്മാണം തുടങ്ങിയിട്ടില്ല. അവിടെ ആ വസ്തു വാങ്ങി ആ സ്ഥലത്ത് ഒരു പണി പോലും നടന്നിട്ടില്ല. ഈ തട്ടിപ്പിൽ പങ്കാളികളായ ആരൊക്കെയാണ്? രാഹുൽ ഗാന്ധി, അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, AICCയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറി KC വേണുഗോപാൽ, അങ്ങനെ നീളുകയാണ്. എത്ര നഗ്നമായ തട്ടിപ്പാണ് നടന്നതെന്നുള്ളത് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെ പുതിയ വിവരങ്ങൾ വരുന്നതനുസരിച്ച് OICC മാത്രം 4 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. ആ പണം എവിടെ പോയി? ഇവർ പിരിച്ചു എന്ന് പറയുന്ന 5 കോടി കണക്ക്, അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് പിരിച്ചു എന്ന് പറയുന്ന 1.5 കോടി, ആ 1.5 കോടി, അതോടൊപ്പം തന്നെ ഇവർ പറയുന്നു 99.5 ലക്ഷം രൂപ ആപ്പ് നിർമ്മാണത്തിന് വേണ്ടി ചെലവഴിച്ചു എന്ന് പറയുന്നു. എവിടെയാണ്? വ്യക്തമായ കണക്കുണ്ടോ നിങ്ങളുടെ കയ്യിൽ? അവതരിപ്പിച്ച് കൈ കഴുകി രക്ഷപ്പെടാം എന്ന് KPCC അധ്യക്ഷനോ പ്രതിപക്ഷ നേതാവോ വിചാരിക്കേണ്ടതല്ല. അങ്ങനെ വന്ന് ഏതെങ്കിലും ഒരു കണക്ക് അവതരിപ്പിച്ച് പോകാൻ കഴിയില്ല. കൃത്യമായ കണക്ക് ഈ നാടിന് അറിയേണ്ടതുണ്ട്.